കണ്ടോ, പച്ചക്കായും ഇറച്ചിയും ആയി നന്നായിട്ട് വെന്തിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ പോലെ വന്നേക്കുന്നുണ്ടോ? ഡ്രൈ ആയിട്ടാണ് ഇരിക്കണമെങ്കിൽ ആ എണ്ണ തെളിഞ്ഞ് വന്നേക്കുന്ന പോലെ ഉണ്ട്. നല്ല കുറുക്കിയിരിപ്പുണ്ട്, നല്ല മണമുണ്ട് കേട്ടോ. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. മറ്റുള്ളവരിലോട്ടും കൂടി, നിങ്ങളുടെ പരിചയക്കാരിലോട്ടും കൂടി എത്തട്ടെ എൻ്റെ വീഡിയോ. ഓക്കെ, താങ്ക് യു. നമുക്കിന്ന് കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എല്ലാവരും വരും കൂട്ടുകാരെ, നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാം. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അടിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണേ. ഇഷ്ടപ്പെടുന്ന ആളുകൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. കപ്പ ബിരിയാണിക്ക് വേണ്ട കപ്പ ഞാൻ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്ത് പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നെകക്ക് വെള്ളമെടുത്ത് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഇത് പുഴുങ്ങാനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 3/4 വേവിൽ എടുക്കണം. എന്നിട്ട് ബാക്കി വേവ് ഇറച്ചി മസാല എല്ലാത്തിൻ്റെയും കൂടെ ഒന്നിച്ച് വേവാനുള്ളതാണ്. ആദ്യം നമുക്ക് 3/4 വേവ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ഇടുക. അത്രയും ഇതിലിരുന്ന് വേവട്ടെ. സ്റ്റൗ കത്തിച്ച് നമുക്കത് വേവിച്ചെടുക്കാം. വേവട്ടെ. ഓക്കെ, ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. കപ്പ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ: ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി ചതച്ചത്, കുരുമുളക് ചതച്ചത്. അതിനാവശ്യമായ പൊടികൾ: മുളക് പൊടി ഇതിൻ്റെ അടിയിലാണ്. മുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികൾ വേണം. മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കാൻ വേണ്ട സാധനങ്ങൾ ഉപയോഗിക്കാം. ആദ്യം വെളിച്ചെണ്ണ ഇടുക. വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, കുരുമുളക് ചതച്ചത് ഇതെല്ലാം കൂടി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇടാം. നന്നായി വഴറ്റുക. കുറച്ച് ഉപ്പ് ചേർക്കുക. നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്കി വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഓക്കെ,
നമുക്കിതിലേക്ക് സവാള ഇടാം. വറുത്ത് ഉണക്കി വെച്ചിരിക്കുന്ന സവാള ഇടാം താളിക്കാൻ വേണ്ടിയിട്ടുള്ള. കണ്ടു, നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ഇടാം. ഈ സമയത്ത് ഇത്തിരി തീ കുറക്കണം, അല്ലെങ്കിൽ പൊടികളും സവാളയും കരിഞ്ഞു പോകും. മസാല മൂക്കുന്ന നല്ല മണം വരുന്നുണ്ട്. ആ മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറും വരെ ഇളക്കി കൊടുക്കണം. കണ്ടു. ഇനി നമുക്കിതിലേക്ക് കപ്പ ഇടാം. പുഴുങ്ങി വെച്ചിരിക്കുന്ന കപ്പ ഇടാം. കണ്ടോ, കപ്പ ഇട്ടിട്ടുണ്ട്. ഇളക്കി കിട്ടും. ഏത് തീയിൽ വെച്ചാൽ മതിയേ. ഞാൻ ആ കപ്പ പുഴുങ്ങിയ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ചില കപ്പയ്ക്ക് മത്തുണ്ടാവും, അത് നല്ലതല്ല, വയറിന് നല്ലതല്ല. അപ്പം അത് നമുക്ക് ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം, പലയിടത്തുനിന്ന് വരുന്ന കപ്പയല്ലേ, അപ്പോൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം എടുത്ത കപ്പയാണിത്. മസാല പുരണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങിയ ഇറച്ചിയിടാം. കണ്ടോ, ഇറച്ചി ഇട്ടിട്ടുണ്ട്. ഇനി ഇറച്ചി കപ്പയുമായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം അത് ആ ചട്ടിയിൽ നിന്ന് കപ്പയും ഇറച്ചിയും എല്ലാം ആ വെള്ളം വറ്റും വരെ നന്നായിട്ട് രണ്ടും കൂടി ചേർന്ന് അതിൻ്റെ ടേസ്റ്റ്, ഒരു കപ്പയും ഇറച്ചിയും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 3/4 വേവാണ് കപ്പയ്ക്ക്. നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. എല്ലാം മസാല എല്ലാം നന്നായിട്ട് മിക്സ് ആവണം. ഇളക്കി മിക്സ് ചെയ്ത് കൂട്ടാം. ആ വെള്ളത്തിലിരുന്ന് ബാക്കി വേവും കൂടി വെന്ത് നമുക്ക് ആവശ്യത്തിന് ആറിയ ശേഷം ഉപയോഗിക്കാം. ഇതിപ്പം വേവട്ടെ, അത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം.
നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി വെക്കാം. തിളക്കുന്നുണ്ട്. ഒരു തിള കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ച് വേവിച്ചാൽ മതി. ഇത് അധികം ഉടയണ കപ്പയല്ല, ഏത്തക്കപ്പയാണ്. അപ്പോൾ അത് പച്ചക്ക കിടക്കണ പോലെ കിടക്കും. റൊട്ടിക്കപ്പയാണെങ്കിൽ അത് നന്നായിട്ട് ഉടഞ്ഞ് ചേരും. ഇത് ഏത്തക്കപ്പയാണ്. പിന്നെ കുറച്ചും കൂടെ ഒന്ന് വെന്തോട്ടെ. അതുവരെ നമുക്ക് തീയിൽ വേവിക്കാം. അപ്പോഴാ ഇറച്ചിയുടെ വെള്ളമൊക്കെ ആ കപ്പയിലോട്ട് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഓക്കെ.